വരെ ലംഘന നിമിത്തം കൂട്ടിച്ചേർത്തു. വിശ്വാസം ആരാ? ക്രിസ്തുവാണ്. ക്രിസ്തു വരുന്നത് വരെ നിയമം കൂട്ടിച്ചേർത്തപ്പെട്ടു. ലോയുടെ കമൻറ്റ്, ഏബ്രഹാമിക് കമൻറ്റ് ഇസ് ദെയർ, ലോ ഇസ് ദെയർ, ഇസ് ഗോയിങ് പാരൽ ബൈ പാരൽ. അപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് മൊത്തമുണ്ട്. അപ്പോൾ അടുത്ത് ശ്രദ്ധിക്കണം, ഞാൻ പാപം ചെയ്യാനുള്ള ലൈസൻസ് പറയുകയല്ല. ഒരു തെറ്റുകാരനെ ഒത്തിരി ആളുകൾ വേദോസം തുറക്കുന്നതെന്നറിയോ? അവരുടെ പാപത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ വ്യഭിചാരത്തിൽ വിടുവിക്കപ്പെട്ട അവൻ ആകെപ്പാടെ ഓടുന്ന ദാവീദിലേക്ക് ഓടും. ഇച്ചിരി സഭയുടെ പൈസ അടിച്ച് മാറ്റിയാൽ നമ്മൾ പറയാം ഗേഹസികളിലേക്ക് പോകും. അപ്പം ഇവർ ഒത്തിരി പേര് അവരുടെ പാപത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ വേർഡ് എടുക്കുന്നുണ്ട്. സോ ഐ ആം നോട്ട് ടേക്കിംഗ് ദ വേർഡ് ടു ജസ്റ്റിഫൈ സിൻസ്, ബട്ട് ഐ വോണ്ട് ടു ടെൽ ദ ട്രൂത്ത്. നിങ്ങൾ നോക്കണം, ഡേവിഡ് വാസ് കമ്മിറ്റഡ് അഡൾട്ടറി ആൻഡ് മർഡർ, 2 പാപം ചെയ്തു. അക്കോർഡിംഗ് ടു ദ ലോ ദീസ് പേഴ്സൺ ഷുഡ് ബി കിൽഡ്, കൊല്ലണം. പക്ഷെ നിങ്ങൾ നോക്കി, അവനെ കൊന്നിട്ടില്ല. വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയും പുരുഷനും കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് നിയമമുണ്ടല്ലോ. എന്തുകൊണ്ട് ദാവീദിനെ കൊന്നില്ല? ദാവീദ് 51 സങ്കീർത്തനം രചിച്ചു. അപ്പം പാപം ഏറ്റു പറഞ്ഞുകൊണ്ടാന്ന് പറയും. പാപം ഏറ്റു പറഞ്ഞാൽ പാപം ക്ഷമിച്ചു കൊടുക്കണമെന്ന് പഴയ നിയമത്തിൽ വാക്കിയില്ല. അവിടെയാണ് അദ്ദേഹം എന്ത് പറയുമോ എടുത്ത് ഇപ്പുറത്തെ പാരൽ ലോയിലേക്ക് വന്നു. ഇപ്പുറത്ത് വേറൊരു കവനൻ്റ് ഉണ്ട്, കവനൻ്റ് ഓഫ് ഗ്രേസ്. ഗ്രേസ് ഈസ് ദെയർ സ്റ്റിൽ. അവൻ പറഞ്ഞു, കർത്താവേ, നീ ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല, ഹനനയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല, തകർന്നിരിക്കുന്ന മനസ്സ്. നീ അന്തരംഗത്തിൻ്റെ സത്യമായി ചിക്കുന്നത്. പുറമേ ഉള്ള സത്യം ന്യായപ്രമാണം, അന്തരംഗത്തിൻ്റെ സത്യം ന്യായപ്രമാണം അല്ല, കൃപയാണ്. 51 സങ്കീർത്തനത്തോട് ഡേവിഡ് വന്ന് പറയുന്നത്, ലോർഡ്, ഇഫ് അക്കോർഡിംഗ് ടു ദ നിയമം അനുസരിച്ച് ഞാൻ കൊല്ലപ്പെടേണ്ടവനാണ്. പക്ഷേ ജസ്റ്റ് അപ്പുറത്ത് വേറൊരു ഒരു ഒരു കവനൻ്റ് ഫംഗ്ഷൻ ആവുന്നുണ്ട്. ഹി എൻറ്റേർഡ് ഇൻ ടു ദാറ്റ് ഫംഗ്ഷൻ ആൻഡ് ഹി വാസ് ജസ്റ്റിഫൈഡ്. അമേസിംഗ് ട്രൂത്ത്. പവർഫുൾ. അത് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോഴും ഡിസ്പെൻസേഷനിലായിട്ട് പഠിക്കണം. അതെല്ലാം കൂടെ ഒരൊറ്റ ഒരു പീസായിട്ട് അല്ല. ദൈവത്തിൻ്റെ കാലഘട്ടമായി ദൈവം ഇടപെട്ട രീതിയും. അപ്പം കൃപ മെനഞ്ഞാന്ന് വന്നൊന്നും അല്ല. കൃപ പിള്ളേർ 90 കൊണ്ടുവന്നൊന്നുമല്ല. ജനങ്ങളെ കളിപ്പിക്കരുത്. കൃപ ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് അനാദികാലം മുതലുള്ള പദ്ധതിയാണ്. ഏദൻ തോട്ടത്തിൽ കൃപയായിരുന്നു ട്രീ ഓഫ് ലൈഫ് അവിടെ നിൽക്കുന്നത്. നമ്മൾ ഈ തിമോഥെയോസിന്റെ ലേഖനം പറയുന്നുണ്ട്, സുവിശേഷം ഏതാ? കാലങ്ങൾക്ക് മുമ്പ് വന്ന സുവിശേഷം. കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ പ്രീ ഡെസ്റ്റിൻഡ് ആ ഗോസ്പൽ. ദാറ്റ് മീൻസ് ബിഫോർ ദ ക്രിയേഷൻ ദ ഗോസ്പൽ വാസ് ദെയർ. ദൈവത്തിൻ്റെ ഹാർട്ടിൽ ഗ്രേസ് ഉണ്ടായിരുന്നു. അത് തന്നെ സൃഷ്ടിയിൽ വന്നു. സൃഷ്ടിശേഷം മനുഷ്യൻ ഫോൾ ചെയ്തപ്പോൾ വന്നു. ദീസ് ഓൾ തിങ്സ് ആർ അവിടെ ഒരു പാരലായിട്ട് വന്നിട്ടുണ്ട്. ഏദൻ തോട്ടം മുതലല്ല, നിത്യത മുതൽ തുടങ്ങിയ ഗ്രേസ് ആണ്. കഴിഞ്ഞ കാലം നിത്യ, അപ്പം ഞാനിങ്ങനെ പറയാറുണ്ട്, കഴിഞ്ഞ കാലം നിത്യതയിൽ ഗ്രേസ് ആരംഭിച്ചു, വരും കാലം നിത്യതയിലും ഗ്രേസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, അവൻ്റെ കൃപയുടെ അത്യന്തദാനം വരും കാലങ്ങളെ കാണിക്കേണ്ടത്. അമേസിങ്. ഞാനതിനെ ഒരു കഴിഞ്ഞ ദിവസം വർഷങ്ങൾ ചില നാളുകൾക്ക് മുമ്പ് സ്പർജൻ ഈ വിഷയത്തെക്കുറിച്ചൊരു ടോക്ക് നടത്തി. സ്പർജൻ പറഞ്ഞൊരു പദം, നിത്യതയുടെ തീരത്തെത്തുമ്പോഴും നമുക്ക് പറയാൻ ഫിനിഷ്ഡ് വർക്ക് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ സ്വർണ്ണത്തെരുവീതിയിൽ സ്വച്ഛ സ്ഫടിക തങ്കതുല്യമായ സ്വർണ്ണത്തെരുവീതി, സ്ഫടികക്കടൽ, ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ, കോടിക്കണക്കിന് വിശുദ്ധന്മാർ, കോടിക്കണക്കിന് ദൂതന്മാർ, ഇവരുടെ നടുവിൽ ആ തെരുവിൽ 2 വിശുദ്ധന്മാർ കൂടിക്കണ്ടാൽ പറയുന്നത് നമ്മുടെ കൊച്ചച്ചായം വന്നെന്നുള്ള കഥയായിരിക്കത്തില്ല. അവിടെയും അവർക്ക് പറയാനുള്ളത്, കുഞ്ഞാടെ യോഗ്യ, കർത്താവ് വലിയവൻ, ഗ്രേസിൻ്റെ, അതാണ് വരും കാലങ്ങളിൽ വെളിപ്പെടുത്തേണ്ടതിന്. വരാനുള്ള കാലത്തും അവിടെ ചെന്നാലും നമുക്ക് പ്രസംഗിക്കാനുള്ള ഒറ്റ ശബ്ദതയേ ഉള്ളൂ, ഗ്രേസ്. അല്ല, അതാണ് പൗലോസ് പറഞ്ഞത്, യുഗങ്ങളായിട്ട് മറച്ചു വെച്ചിരുന്ന മർമ്മം നമുക്കിത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തുവിലുള്ള മർമ്മം എന്ന് പറഞ്ഞാൽ, ആ ഫിനിഷ്ഡ് വർക്കിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ നമ്മളെ തികഞ്ഞവനാക്കി തീർത്തെന്നുള്ള ആ മർമ്മം യുഗങ്ങളായിട്ട് മറഞ്ഞു നിൽക്കുന്നതായ ഒരു കാര്യം കൃപായുഗത്തിൽ നമുക്കത് വെളിപ്പെട്ടു. ഇവരെല്ലാം പ്രവാചകന്മാരെല്ലാം എന്തോ ആരാഞ്ഞിരുന്നു, ഇതിനെക്കുറിച്ച് അവർ ആരായുമായിരുന്നു, നമുക്ക് വേണ്ടി അവർ ശുശ്രൂഷിച്ചെന്ന് എഴുതിയേക്കുന്നത്. These are the amazing verses. I'm telling you, like every day, I'm thrilled. ഈ ദൈവത്തിന്റെ കൃപയുടെ ഒരു ഗ്ലിംസേ ഞാൻ ഇന്നും കിട്ടിയിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ അന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, ശുഭവും ശുഭ്രവുമായ വസ്ത്രം ധരിപ്പാൻ അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഹെവനിൽ എത്തിയിട്ടും ക്വാളിഫിക്കേഷൻ്റെ കാര്യമല്ല പറയുന്നത്, മെറിറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇസ് ടോക്കിംഗ് അബൌട്ട് ദ ഗ്രേസ്. വരും കാലങ്ങളിൽ അവന്റെ പ്രമാണം കാണിക്കുമെന്നല്ല, അവന്റെ കൃപ കാണിക്കുമെന്ന്. ഞാനൊരു എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. കൃപയിൽ നമ്മൾ വളരും തോറും നമുക്ക് പറയാൻ ഒരു വിഷയമേ ഉള്ളൂ, യേശു, അല്ലെങ്കിൽ അവന്റെ ഫിനിഷ്ഡ് വർക്ക് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എനിക്കൊരു സാഹചര്യം കിട്ടിയാൽ എനിക്കതേ ഉള്ളൂ പറയാൻ. എന്ന് പറഞ്ഞാൽ നമ്മളത് ഹൃദയത്തിൽ നിന്ന് അതേ ഉള്ളൂ പറയാൻ. വേറെ ഒന്നും സബ്ജക്റ്റ് ഇല്ല നമുക്ക് വേറൊരാളുടെ കുറ്റം പറയാനോ വേറൊരാളെ താത്തിക്കെട്ടാനോ. ബിക്കോസ് ഇവിടെ വലിയൊരു മഹത്തായ ഒരു മേൽത്തരമായ ഒരു കർമ്മം യേശുവിൽ നടന്നു കഴിഞ്ഞു. അപ്പൊ എനിക്കിനി അത് പറയാൻ തന്നെ സമയമില്ല. അപ്പൊ വേറെ ഏതിനാ സമയം? ഇവിടെ വിഭവസമ്പർദ്ദമായ ആഹാരം വെച്ചേക്ക് ചത്തലിയുടെ കഥ പറയേണ്ട ആവശ്യമുണ്ട്. വി ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. സോ ഇവിടെ പ്രധാനമായിട്ട് ഗോഡ് ഓൾഡ് ടെസ്റ്റമെന്റ് ദൈവം ആംഗ്രി ആണെന്നും ന്യൂ ടെസ്റ്റമെന്റ് മേഴ്സിഫുൾ ആണെന്നും ഏതെങ്കിലും കൊച്ചു പിള്ളേർ പറയുന്ന കഥയായിരിക്കും. ആ പറയുന്ന കഥ കൃപയുടെ സമൂഹത്തിന് നേരെ അടിച്ചാക്ഷേപിക്കേണ്ട, അത് അടിച്ചേൽപ്പിക്കരുത്.
ഞങ്ങളാരും അത് പറയാറില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. ദൈവം സ്നേഹം തന്നെയാണ്. ഞങ്ങൾ ഇന്നലത്തെ ദൈവം സ്നേഹമാണ്, ഇന്നത്തെ ദൈവം സ്നേഹമാണ്. ഒരുത്തൻ നരകത്തിൽ പോകുന്നെങ്കിലും അത് ദൈവസ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വായ് ഒരിക്കൽ പോലും ഈ സിന്നർ വിൽ നോട്ട് ബി കംഫർട്ടബിൾ ഇൻ ഹെവൻ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു പാവിയെ കൊണ്ട് നിർത്തി നോക്കി, ഈ കനോട്ട് ബി കംഫർട്ടബിൾ ദെയർ. അവൻ പറയും ഐ വാണ്ട് ടു ഗോ ടു ഹെൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഹെല്ല് മാത്രമേ പാപിക്ക് കംഫർട്ടബിൾ ഉള്ളൂ. ഹെവൻ ഒരു പാപിക്ക് കംഫർട്ടബിൾ അല്ല. അവിടെയും കിട്ടത്തില്ല. ഓക്കെ, അവൻ്റെ പാപത്തിന് കംഫർട്ട് ഈസ് ഇൻ ഹെല്ലാണ്. അവൻ, ഞാൻ പറഞ്ഞത് പീഡനം അനുഭവിക്കുന്ന കഥയല്ല. കംഫർട്ടബിൾ ഈസ് ഡിഫറെൻറ്റ് ഫ്രം പണിഷ്മെൻറ്റ്. ഐ ആം നോട്ട് കംഫർട്ടബിൾ ഹിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നെ ആരും ടോർമെൻറ്റ് ചെയ്യുന്നതല്ല. സിന്നർ കനോട്ട് ബി കംഫർട്ടബിൾ ഇൻ ഹെവൻ. അതുകൊണ്ടാണ് ദൈവം സ്നേഹമുള്ളവൻ പറഞ്ഞു പാപിയായ ആരും ഇവിടെ വരണ്ട, അതെൻ്റെ സ്നേഹത്തിൻ്റെ പാർട്ടാണ്, നീ കംഫർട്ടബിൾ ആകുന്ന നരകത്തില്ല, മക്കൾ അങ്ങോട്ട് പോകും. സോ അതും ദാറ്റ്സ് എ പാർട്ട് ഓഫ് ലവ്. ഗോഡ് ഈസ് ലവ്, ഗോഡ് കനോട്ട് ചേഞ്ച്. ഞാൻ പറഞ്ഞു എൻ്റെ സ്വഭാവം മാറിയെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവം മാറത്തില്ല. നമ്മളെപ്പോലല്ല ദൈവം. ഗോഡ് വിൽ നെവർ ചേഞ്ച്. മലാക്കി ചാപ്റ്റർ 3:16 പറയുന്നത്, 6 പറയുന്നത് ഞാൻ മാറാത്തവൻ, ഗോഡ് കനോട്ട് ചേഞ്ച്. അപ്പം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവം ഇസ് എ സെയിം ഗാഡ്. പക്ഷെ മനുഷ്യന്റെ സ്റ്റാൻഡേർഡിനാണ് ഡിഫറൻസ് വന്നത്. മനുഷ്യൻ പാപത്തിലേക്ക് വീണു, എന്നാൽ പാപത്തിൽ കടന്ന മനുഷ്യനെ വീണ്ടെടുത്തു. അപ്പോൾ ദൈവം ഈസ് അൺചേഞ്ചബിൾ. അതാണ് ഗാഡ് ഇസ് എ ഗാഡ് ഹു ദൈവം. നെവർ ചേഞ്ച്. ഇന്നലെ കോപിച്ചു, ഇന്ന് സ്നേഹിച്ചു, ഇന്നലെ ദേഷ്യപ്പെട്ടു, ഇന്ന് ഭയങ്കര കംഫർട്ടായിട്ടിരുന്നു. അങ്ങനല്ല. ഗോഡ് ഈസ് അൺചേഞ്ചിങ്. ബിക്കോസ് ഓഫ് ദ ലോ ദൈവത്തിന് അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ദൈവം എന്തുകൊണ്ട് കോപിക്കുന്നില്ല? ഐശയ ചാപ്റ്റർ 54:9 പറഞ്ഞു, ഇനി ഞാൻ നിന്നോട് കോപിക്കത്തില്ല, ഇനി ഞാൻ നിന്നെ ഭത്സിക്കത്തില്ല. കാരണം 53-ാം അധ്യായത്തിൽ പുത്രൻ്റെ കാൽവറി മരണം നടന്നു. 53-ൽ ദൈവം തൻ്റെ പുത്രനെ കാൽവറിയിൽ മരിക്കാൻ ഏൽപ്പിച്ചു. മനുഷ്യജാതിയുടെ പാപത്തിൻ്റെ ശിക്ഷ മൊത്തം അവൻ്റെ മേൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ മുഴുവൻ കോപവും പുത്രൻ്റെ മേൽ വന്നതുകൊണ്ട് 54-ൽ ദൈവം പറഞ്ഞു ഐ വിൽ നെവർ, ഞാൻ നിന്നോട് ഇനി കോപിക്കത്തില്ല. അത് ആ ഒരു ക്ലിയർ ആക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ദൈവം കൃപായുഗത്തിൽ പാപത്തെ കണ്ണടച്ച് കളയുകയല്ല ചെയ്യുന്നത്. യേശുവിൽ ആ പാപത്തിന്റെ ശിക്ഷ നടപ്പിലാക്കിയത് കൊണ്ടാണ് കൃപായുഗത്തിൽ ഇന്ന് ശിക്ഷയിൽ നിന്ന് നമ്മൾ വിമുക്തരായി. അതിനകത്തൊരു പ്രധാന വിഷയം നമ്മളിപ്പോൾ ആരോപണങ്ങളോട് ചേർത്ത് പറയാറുണ്ട്. ഈ കൃപയുടെ ആളുകൾ ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും പാപം യേശു ക്ഷമിച്ചെന്നു, അതുകൊണ്ട് എന്ത് പാപം ചെയ്തോ യേശു ക്ഷമിച്ചു തരും എന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവകൃപയുടെ ആളുകളെ കാണിച്ചു തരാമെങ്കിൽ ഐ ചലഞ്ച് ചെയ്യും. ആദ്യത്തെ പോയിന്റ് കറക്റ്റ് ആയിരിക്കാം. ഇന്നത്തെ അത് അല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങള് യേശു ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും പാപം ക്ഷമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഏത് പാപം ചെയ്തോ കർത്താവ് ക്ഷമിച്ചോളും എന്ന് പഠിപ്പിക്കുന്നത് അത് തെറ്റാണ്. യേശു ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും പാപം ചെയ്തു ക്ഷമിച്ചു എന്നും പരിഹാരം വരുത്തി എന്നതും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സത്യമാണ്. അത് ഒരു വ്യക്തിയെ നീതിയിലേക്ക് നടത്തത്തേ ഉള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, അധികം ക്ഷമിച്ച് കിട്ടവൻ, അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്ന. അടുത്ത ചോദ്യം, ഇന്നലത്തെ പാപം മാത്രമേ യേശു പരിഹരിച്ചു എങ്കിൽ നാളത്തെ പാപത്തിൻ്റെ പരിഹാരം ഒരു യാഗം കൊണ്ടല്ലേ നടക്കൂ? അതോ ഏറ്റു പറഞ്ഞാൽ ഉടനെ പാപം ക്ഷമിക്കുമെങ്കിൽ പിന്നെന്തിനാ പഴയ നിയമത്തിനകത്ത് ദൈവം യാഗങ്ങൾ വെച്ചത്? ഒരു മനുഷ്യൻ്റെ പാപത്തിന് ഏറ്റുപറച്ചിലല്ല പരിഹാരം. ഒരു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ശിക്ഷ കൊണ്ട് മാത്രമേ വരത്തുള്ളൂ. ശിക്ഷ കൊണ്ട് മാത്രമേ വരത്തുള്ളൂ. ശിക്ഷയല്ലാതെ ഒരു പാപവും പരിഹരിക്കപ്പെടത്തില്ല. ശിക്ഷ നടപ്പിലാക്കി. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ നാളത്തെ പാപത്തിൻ്റെ ശിക്ഷ യേശുവിൻ്റെ മേലായി. ഞാനൊരു കാര്യം തുറന്ന് പറയാം, യേശു ഇന്നത്തെയും നാളത്തെയും പാപം ക്ഷമിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നത് യേശു ഇന്നത്തെയും നാളത്തെയും പാപത്തിന് പരിഹാരം വരുത്തി എന്നാണ്. അതാണ് ട്രൂത്ത്. ഞാൻ അതിനോട് ആഡ് ചെയ്തൊരു കാര്യം പറയാം. എൻ്റെ is like on the cross, like it's not the past, present and future sins are forgiven. That's not the full of the truth. The truth is that the sinner, the old man is also crucified. The sin as well as the sinner also being crucified. Is sin the product, and the sinner the root is also taken care of the cross. പ്രൊഡ്യൂസറും പ്രൊഡക്ഷനും രണ്ടും ക്രൂസിഫൈ. ഫാക്ടറിയും പൂട്ടി വെളിയിലുണ്ടായിരുന്ന പ്രോഡക്റ്റുകളും തിരിച്ചെടുത്തു. എൻ്റെ സഹോദരങ്ങളെ, യേശു ഇന്നലത്തെ പാപത്തിന് ക്ഷമിച്ചു. കാരണം നമുക്ക് ഭയമാണ്. കാരണം എൻ്റെ നാളത്തെ പാപത്തിന് യേശു പരിഹാരം വരുത്തി എന്ന് പറയുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ ഉണ്ടാകുന്നത് എങ്കിൽ പോയി ഒരു പാപം ചെയ്യാം എന്നുള്ള തോന്നലല്ല. അത് രക്ഷിക്കപ്പെടാത്തവനാണ്. അപ്പം സഭകൾക്കകത്ത് രക്ഷിക്കപ്പെടാത്ത ഒത്തിരി പേരുണ്ട്. കാരണം സ്നാനപ്പെട്ട ഇട്ടും രക്ഷിക്കപ്പെടാത്ത തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ ഇൻ ദ ചർച്ച്. ദേ ആർ നോട്ട് ബോൺ അഗെയിൻ. ബോൺ അഗെയിൻ അല്ലാത്ത സഭയിൽ ആളുകൾ ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ പ്രസംഗിക്കേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് തെറ്റൊന്നും പറയാനില്ല. കാരണം ഗ്രേസ് എന്ന് പറയുമ്പോൾ വീണ്ടും ജനിച്ചവനോടുള്ള സന്ദേശം പറയുക. എന്ന് പറഞ്ഞാൽ രക്ഷയുടെ അനുഭവത്തിൽ വന്നതിന്
ഈ വിശുദ്ധ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള ചിന്തയില്ല. പക്ഷെ രക്ഷിക്കപ്പെടാത്തവർ, യഥാർത്ഥമായി രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി സഭയിലായിരിക്കാം, പക്ഷെ അവന്റെ ചിന്ത എവിടെ ഉണ്ടൊരു ലൂപ്പ് ഹോൾ പാപം ചെയ്യാൻ, ഏതുണ്ടൊരു ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞാൽ ലീഗലി അവൻ നോക്കുക എവിടെ ഉണ്ട് പാപം ചെയ്യാൻ. അങ്ങനെ ലൂപ്പ് ഹോൾ നോക്കി നിൽക്കുന്ന ഒരുത്തന് രക്ഷയുടെ അനുഭവത്തിൽ ശരിക്കും വന്നിട്ടില്ല. അങ്ങനെയുള്ളവന് കൃപയുടെ സന്ദേശം കേൾക്കുമ്പോൾ ഇത് ലൈസൻസാ, ഒരു സന്തോഷമാണ്, രക്ഷപ്പെട്ടിടാന്ന്. കാരണം പാപത്തെ എൻജോയ് ചെയ്യുന്നവർക്ക് കൃപ ഒരുപക്ഷെ ഒരു ലൈസൻസ് പോലെ തോന്നും. പക്ഷേ പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് ഇത് ജയത്തിൻ്റെ പേരി മുഴക്കുന്ന സന്ദേശമാണ്. പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ, അതായത് സ്വർഗത്തിൽ പോകാൻ രക്ഷിക്കപ്പെട്ടവരുടെ കഥയല്ല, നരകത്തിൽ പോകാതിരിക്കാൻ രക്ഷിക്കപ്പെട്ടവരുടെ കഥയല്ല. പാപമെന്ന് പറയുന്ന അഴുക്കുചാലിൽ നിന്ന് യേശുവിനാൽ രക്ഷപ്പെട്ടവന് പിന്നെ അഴുക്കുചാൽ ഒരു സന്തോഷമല്ല. ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കാറുണ്ട്. ഈ ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പന്നിയെ കുളിപ്പിച്ചിട്ട് കൊണ്ടിരുന്നതല്ല ന്യൂ ക്രിയേഷൻ. പന്നിയായിരുന്ന, പാപം ചെയ്യാനുള്ള ആസക്തി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ചെളിക്കകത്ത് ഇങ്ങനെ ജീവിക്കാൻ ആസക്തി ഉണ്ടായിരുന്ന പന്നിയെ ഒരു കുഞ്ഞാടാക്കി മാറ്റി. പന്നിയുടെ ഹൃദയം എടുത്ത് മാറ്റിയിട്ട് കുഞ്ഞാടിന്റെ ഹൃദയം അതിനകത്ത് ഫിറ്റ് ചെയ്ത്. ഇനി കുഞ്ഞാടിന് ഒരു പക്ഷേ കുഞ്ഞാട് കുഞ്ഞാടിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ അഴുക്ക് പറ്റാതെ, അഴുക്ക് പറ്റിയാലും അത് സൂക്ഷിച്ചാണ്. ഒരു പക്ഷേ തൊഴുത്തിൽ ഇച്ചിരി അഴുക്കുണ്ടെങ്കിൽ ആ തൊഴുത്ത് അവന്റെ ദേഹത്ത് പറ്റിയെന്നിരിക്കും, പക്ഷെ അവന്റെ അകത്ത് നോ അത് പറ്റാതെ മാറി നിൽക്കാനാണ് നോക്കുന്നത്. ഈ ഞാനിതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഈ ന്യായപ്രമാണം വാസ്തവത്തിൽ പന്നിക്ക് കൊടുത്തതാണ്. പന്നിയെ മര്യാദയ്ക്ക് നടത്താൻ വേണ്ടി കൊടുത്ത ഈ പ്രമാണം. കാരണം 10 ചെങ്ങല 2 കയ്യിൽ 2 എണ്ണം, കാലിൽ 2 8 മൂക്കിലൊരെണ്ണം, വാലിലൊരെണ്ണം. അപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ പുള്ളിയെ നടത്തുന്നത്. പുള്ളി കൃത്യമായിട്ട് സഭായത്തിന് പോകും, കൃത്യമായിട്ട് ഉപവാസപാതനയ്ക്ക് പോകും, കൃത്യമായിട്ട് പാപം ചെയ്യാതെ ജീവിക്കും, ബാറിൽ പോകത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല. ഈ പന്നി അതാ ഞാൻ പറഞ്ഞേക്കെ, ബാഹ്യമായിട്ട് ഒരു പാവവും പുള്ളി എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ ചെങ്ങലക്കകത്ത് കിടക്കുമല്ലേ, അങ്ങനെ ചെയ്യും. കാരണം വെള്ളം അടിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ പറയും മദ്യപാനി സ്വർഗ്ഗരെ അവകാശമാക്കത്തില്ല. വീഡിയോ വലിക്കാൻ തുടങ്ങുമ്പോൾ പറയും യഹോവ ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്, നശിപ്പിക്കരുത്. വ്യഭിചാരം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പറയും അത് ചെയ്യരുത്, കൽപ്പനയാണ്, നരകത്തിൽ പോകും. അപ്പം ഇങ്ങനെ ചെങ്ങലക്കാത്ത പുള്ളി ഇങ്ങനെ നടക്കുക. അവൻ്റെ റിയൽ നേച്ചർ അല്ല. നമുക്കടുത്ത് ചോദിക്കാം, പന്നി നീ പള്ളി പോകാറുണ്ട്. എന്താ കണ്ടാ പോകുന്നത്? ഞാൻ പോകാറില്ല, എന്നെ കൊണ്ടുപോകല്ലേ, വലിച്ചുകൊണ്ടങ്ങ് പോവല്ലേ. ഏതാടെ നിന്നെ വലിച്ചുകൊണ്ട് പോകുന്ന ചങ്ങല? ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. ആ ചങ്ങല വെച്ചാണ് ഇവനെ സഭായത്തിന് കൊണ്ടിരുന്നത്. മനസ്സിലായോ? സ്നാനപ്പെടണം. എന്തുകൊണ്ടാണ് പന്നി നീ സ്നാനപ്പെട്ടെ? അത് ഞാൻ യേശു പറഞ്ഞതുകൊണ്ടാണ് സ്നാനപ്പെട്ടെ. അല്ലാതെ ഇതിൻ്റെ അർത്ഥം മനസ്സിലായ? അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല. ബൈബിളിൽ കുറച്ച് വാക്യങ്ങളുണ്ട് സ്നാനപ്പെട്ടു. ഈ സത്യത്തിൽ ഈ ചെങ്ങലക്കകത്തുള്ള ജീവിതം ഇത് റിയാലിറ്റിയിൽ ഇതിനകത്ത് ഇങ്ങനെയുള്ള ആൾ 25 വർഷം കഴിഞ്ഞാലും നല്ലപോലൊക്കെ നടക്കും. പക്ഷെ നമുക്ക് അടുത്തൊരു ചോദ്യം, പന്നി നിനക്ക് വല്ല മാറ്റമുണ്ടോ? അപ്പോൾ പന്നി മറുപടി പറയും, എനിക്ക് മാറ്റമുണ്ടോ എന്നറിയണമെങ്കിൽ ഞാൻ എന്നെ കെട്ടിരിക്കുന്ന ചെങ്ങല അഴിച്ചാൽ മതി, അഴിച്ചുവിട്. ഞാൻ കേരളത്തിലെ മതസമൂഹത്തോട് പറയാറുണ്ട്, നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ചെങ്ങല അഴിച്ചുവിട്. നിങ്ങൾ ഇവിടെ മനുഷ്യൻ്റെ മേൽ വെച്ചിരിക്കുന്ന നുഖങ്ങളൊന്ന് അഴിച്ചുവിട്. നാളത്തെ പാപം ക്ഷമിച്ച് കഴിഞ്ഞു. അല്ല, ഇവിടെ അഴിച്ചുവിട്, ജനത്തെ ഒന്ന് അഴിച്ചുവിട്. ജനം നിങ്ങൾ വെച്ചിരിക്കുന്ന ലോയുടെയും ആ നുഖങ്ങളൊന്ന് അഴിച്ചുവിട്. അഴിച്ചു വിട്ടിട്ട് ജനം തെറ്റിൽ പോകുന്നില്ലെങ്കിൽ ആ ജനം രക്ഷിക്കപ്പെട്ടെന്നർത്ഥം. ഫ്രീഡത്തിൽ മര്യാദയ്ക്ക് നടക്കുന്നവനാണ് രക്ഷിക്കപ്പെട്ടവൻ. അതാണ് പൗലോസ് പറയുന്നത്, സ്റ്റേ ഇൻ അടിമനോകത്തിൽ കുടുങ്ങരുത്. Stay in the law of liberty, not used as an occasion to do sin. Yes. സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം. Law of liberty in Christ Jesus. Amen. Because നിന്നെ ലിബറേറ്റ് ചെയ്തു. എനിക്ക് സ്വാതന്ത്ര്യം തന്നത് പാപം ചെയ്യാനല്ല, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. പാപത്തിൽ നിന്നാണ് എനിക്ക് സ്വാതന്ത്ര്യം വന്നേക്കുന്നത്. I am free from sin. അത് ഞാൻ എപ്പോഴും സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, പാപത്തിൽ മരിച്ചു കിടന്ന എന്നെ പാപത്തിന് മരിച്ചവനാക്കി തീർത്തു. ഇനി അത് വിശ്വസിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ട്രൂത്ത്, സത്യം വിശ്വസിക്കുന്നതിന് പകരം നമ്മളിവിടെ ജനങ്ങളെ നീ പാപത്തിന് സ്വതന്ത്രനാണ്, നീ ചെയ്യരുതെന്ന് പഠിപ്പിക്കുമല്ലേ? ചെയ്യരുതെന്നാണ് പഠിപ്പിക്കേണ്ടത്. യു ആർ ഫ്രീ ഫ്രം സിൻ എന്നാണ് പഠിപ്പിക്കേണ്ടത്. ആ പൗലോസിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഐ ഓൾവേസ് ലൈക്ക് ലുക്ക് അറ്റ് ഇറ്റ്. ഹൗ ക്യാൻ യു ഡു സിൻ? അങ്ങനെ ചോദിച്ചു. ഡെഡ് ടു സിൻ. ഇന്ന് സഭ പഠിപ്പിക്കേണ്ടത് യു ഡെഡ് ടു സിൻ. അതാണ്, പാപത്തിന് സംബന്ധമായി മരിച്ചവരാണെന്നും നിങ്ങൾക്ക് അതിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാ ചോദിക്കണ്ടേ. അല്ലാതെ അങ്ങനെ ചോദിക്കാത്ത എന്താ? You have to be confident that you're dead to sin. That is looking at the cross. ആ ഫിനിഷ്ഡ് വർക്കിന്റെ ബിലീഫിനകത്തു നിന്നാണ് വരുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ ബാഹ്യമായ പ്രകടനത്തെ നോക്കി നമുക്ക് ഒരിക്കലും പ്രസംഗിക്കാൻ പറ്റത്തില്ല. It's based on the finished work. You're dead to sin. You're buried with Christ. Buried with Jesus. പ്രിയരെ, ചെങ്ങലക്കകത്തുള്ള ജീവിതമല്ല ക്രിസ്തീയ ജീവിതം, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതമാണ്. ഇതിനകത്ത് പ്രധാന വിഷയം ദൈവം കോപിക്കുന്ന ദൈവം എന്ന് പറയുന്നുള്ള ചിന്ത മാറുക. ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണ്. പ്രധാനമായി പാപം ഒരു കൃപ ഒരാളെ പാപത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയല്ല. ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും പാപം യേശു ക്ഷമിച്ചു.
എന്ന്, അല്ലെങ്കിൽ യേശു അതിന് പരിഹാരം വരുത്തി എന്ന് പറയുമ്പോൾ ഉടനെ പാപത്തിലേക്ക് ഒരുത്തൻ പോകുന്നെങ്കിൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടവൻ അല്ല. സ്നാനപ്പെട്ടവനായിരിക്കും, സഭയിൽ മെമ്പർ കാണുമായിരിക്കും, സെക്രട്ടറി ആയിരിക്കും, ഒരുപക്ഷെ കാണാതെ പഠിച്ച് അന്യഭാഷ പറയുന്ന ആളായിരിക്കും. വി കൺക്ലൂഡ് ഹിയർ അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. 1 John chapter 3 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപത്തിൽ തുടരുന്നില്ല. They cannot continue in sin. They cannot practice in sin. If anybody is practicing sin, that person is not born of God. എന്തിനാ ഒരു രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജനിക്കാത്തതിന് വേണ്ടി ഒരു പുതിയ ഉപദേശത്തെ, ദൈവവചനത്തെ കോട്ടിക്കളയുന്നത്? ദൈവസഭയ്ക്കകത്ത് തോന്നിവാസം ചെയ്യുന്ന ഒരു രക്ഷിക്കപ്പെടാത്തതിന് വേണ്ടി how you are twisting the word of truth. I want to tell you, people of God, don't be deceived by these doctrines. നമ്മൾ അറിയേണ്ട ട്രൂത്ത്, we are free from sin. This is a very important truth. എനിക്കൊന്ന് വളരെ ജനങ്ങൾക്കത് ക്ലിയർ ആയി തോന്നുന്നു. ലാസ്റ്റ് 1-2 കാര്യം കൂടെ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്തൊരു കാര്യം കൂടെ പറയാറുള്ളത്, അവർ പറയുന്നു പൗലോസ് മതി, യേശു വേണ്ട എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. തെറ്റാണ്. പൗലോസിൻ്റെ വചനം എന്നൊരു വചനമില്ല. പൗലോസിന് പോലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് വചനം കൊടുത്തത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ വചനം. പൗലോസിനെ ഒരു എഴുത്തുകാരനാക്കി. അത് പൗലോസാണെങ്കിൽ നാളെ ഇനി ഇസ്കറിയൂത്ത് യൂദ ഉയർത്തെഴുന്നേറ്റ് വന്ന് അയാളെ കർത്താവ് രക്ഷയിലേക്ക് നടത്തി അങ്ങനെ എഴുതിയാലും വ്യക്തിക്ക് ഇതിനകത്ത് പ്രാധാന്യമില്ല. അന്നപ്പോൾ പറയാനുണ്ട്, കഴിഞ്ഞ സമയം വരെ ക്രിസ്ത്യാനി എന്ന് വിളിക്കരുത്, പൊളിയന്മാരെന്ന് വിളിക്കണമെന്ന്. പൊളിയൻ എന്ന് വിളിക്കുന്നത് എത്ര പുച്ഛത്തോടാണെന്നറിയാം ഈ സമൂഹം. പൗലോസ് എഴുതിയ വേദോസത്തിൽ 4 വാക്യം അറിയാൻ വയ്യാത്ത ഇവർ പൊളിയൻ എന്ന് പറയുമ്പോൾ ആക്ഷേപിക്കാൻ ഒരു മര്യാദയുണ്ട്. ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. പൗലോസ് ആണ് ലേഖനം എഴുതിയെങ്കിൽ, 14 ലേഖനം എഴുതിയെങ്കിൽ പൗലോസിനെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. ദാറ്റ് ഇസ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. വേർഡ് ഓഫ് ക്രൈസ്റ്റ്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ വചനവും ഉയർക്കുന്നതിന് മുമ്പുള്ള, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പുള്ള യേശുവിൻ്റെ വചനവും തമ്മിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്യണം, അതിനെ അറിയണം, പഠിക്കേണ്ട നിലയിൽ പഠിക്കണം, പഠിപ്പിക്കേണ്ട നിലയിൽ പഠിപ്പിക്കണം. പൗലോസാണ് സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ദൂതുകൾ. പൗലോസിലൂടെയാണ് കർത്താവ് സഭയ്ക്ക് ഉപദേശങ്ങൾ കൊടുത്തത്. റോമാലേഖനം ഇല്ലായിരുന്നെങ്കിൽ സുവിശേഷം അങ്ങനെ അറിയുമായിരുന്നു? സുവിശേഷം ഇല്ല. ഇപ്പൊ അതിന് വേണമെങ്കിൽ പരാമർശിക്കുന്നവർ കാണും, മത്തായി മർക്കോസ് ഒക്കെ ഉണ്ടെന്ന്. സുവിശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ പൗലോസിന്റെ ലേഖനങ്ങളിൽ കൂടാണ്. അതിന്റെ ആഴത്തിലേക്ക് വരുന്നത് ഈ ഫിനിഷ്ഡ് വർക്ക്, കർത്താവിൽ നടന്നതായ മഹത്തായ കർമ്മത്തിന്റെ ആത്മീക മർമ്മത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പോസ്തലനായ പൗലോസ് മാത്രമേ ഉള്ളൂ. ദൈവവചനം മൊത്തം 66 ബുക്കും ഒരു ദൈവ പൈതലിന് ആവശ്യമാണ്. എന്നാൽ ഇന്ന് ജീവിക്കേണ്ടത് അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ, അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം, ആ അറിവാണ് ചർച്ചിന് വരേണ്ടത്. അതിൻ്റെ അർത്ഥം മത്തായി മർക്കോസ് ലൂക്കോസ് വേണ്ടെന്നോ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ വേണ്ടെന്നൊന്നും അല്ല. അത് തെറ്റായ ധാരണയാണ്. അതിനെക്കുറിച്ച് അങ്ങനെ ഒരു സ്കാൻഡലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ കയ്യടിയും സ്തോത്രവാഴ്ചയും ഒക്കെ വാങ്ങിക്കേണ്ട ചിന്തയുള്ളവർക്ക് ആക്ഷേപം പറയാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം തുടങ്ങുന്നത് ഇങ്ങനെ, ദൈവത്തിൻ്റെ പുത്രനും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു. അപ്പം പൗലോസ് എഴുതുന്ന സുവിശേഷം ദൈവത്തിൻ്റെ സുവിശേഷമാണ്. The gospel of God was predestined and preordained by before the foundation of the world. ആ ഒരു ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നിർണയിച്ചതും തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം പ്രസിദ്ധപ്പെടുത്തിയിരുന്ന ഓൾഡ് ടെസ്റ്റമെൻറ്റ് മുതൽ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട് വന്നിരുന്ന ആ സുവിശേഷത്തിന് വേണ്ടിയാണ് പോൾ രംഗത്ത് വരുന്നത്. ആ സുവിശേഷമാണ് റോമാലേഖനത്തിൽ നമ്മൾ എഴുതി വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിൽ വായിച്ചാൽ നമുക്ക് സുവിശേഷത്തെക്കുറിച്ച് ഒരു യഥാർത്ഥ സത്യം ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ സുവിശേഷം വെളിപ്പെട്ടിട്ടില്ല. അവിടെ വാസ്തവത്തിൽ യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ശുശ്രൂഷകൾ, യേശുവിൻ്റെ പഠിപ്പീരുകൾ ഇതൊക്കെ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ വിശ്വസിക്കണമെന്നുകൊണ്ടില്ലെന്നല്ല. പക്ഷേ സുവിശേഷത്തിൻ്റെ കാതലായ സത്യങ്ങൾ, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, ഫ്രീഡം ഫ്രം സിൻ, ഫ്രീഡം ഫ്രം ഡെത്ത്, ഫ്രീഡം ഫ്രം ദ ലോ, cleansing by the blood of Jesus, these all things are recorded in the book of Romans. Yes. So Romans is the gospel of God. സോ അതിൻ്റെ അർത്ഥം ഇനി അത് വേണ്ടെന്നല്ല, അങ്ങനൊരു ധാരണ വേണ്ട, ഇത് വേണം എന്ന് പറയുമ്പോൾ അത് വേണ്ടെന്നല്ല. ഭാര്യയെ കെട്ടി കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ ഉടനെ അപ്പനും അമ്മയും വേണ്ടെന്നല്ല. ഇങ്ങനൊരു ധാരണ നമ്മുടെ ഇടയിൽ അത് സ്കാൻഡലൈസിന് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങളാരും അതിന് ഉത്തരവാദികളല്ല, ഞങ്ങളാരും അത് പറയാറുമില്ല. തൽക്കാലം ആ ഭാഗത്ത് നമുക്ക് മുമ്പോട്ട് പോകാം. ചില പറയാറുണ്ട് പഴയ നിയമ പുസ്തകം വേണ്ട എന്നിവർ പറയുന്നു. 10 കൽപ്പന വേണം. ഞാൻ ചോദിച്ചോട്ടെ, 10 കൽപ്പന വേണം എന്ന് ശഠിക്കുന്നവരോട് ചോദ്യം. വിഗ്രഹം ഉണ്ടാക്കണ്ട, ശരി, നമ്മൾ ചെയ്യുന്നില്ല. വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല, നമ്മൾ ചെയ്യുന്നില്ല. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. എത്ര പേര് ചെയ്യുന്നുണ്ടോ? ശബത്ത് നാളിനെ യഹോവയുടെ നാമം വൃഥാവെടുക്കരുതെന്ന് കൽപ്പനകളിലൊന്നാണ്. നമ്മുടെ പാട്ടുകൾക്കകത്ത് 1500 പ്രാവശ്യം യഹോവ എന്ന് പറയത്തില്ലേ? വൃഥാവെടുക്കരുതെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ആ കൽപ്പന ലംഘിക്കുന്നു? മോഹിക്കരുതെന്ന് 10ാമത്തെ കൽപ്പന, അത് ലംഘിക്കുന്നില്ലേ? സോ 10 കൽപ്പനയുടെ സ്റ്റാൻഡേർഡ് ഒരു മോറൽ സ്റ്റാൻഡേർഡാണ്.
എന്നാൽ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ ഉപദേശം എന്ന് പറയുന്നത് ഈ 10 കൽപ്പന എന്ന് പറയുന്നത് 5 അടി ചാടുന്നതാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം 25 അടി മുകളിലാണ്. കൊല ചെയ്യരുതെന്ന് പഴയ നിയമം പറയുന്നു, കോപിക്കരുത് പുതിയ നിയമം പറയുന്നു, വ്യഭിചാരം ചെയ്യരുതെന്ന് പഴയ നിയമം പറയുന്നു, സ്ത്രീയെ മോഹിക്കരുതെന്ന് പുതിയ നിയമം പറയുന്നു. ഇന്ന് എനിക്ക് പഴയ നിയമം 10 കൽപ്പന വേണം എന്ന് പഠിപ്പിക്കുന്ന സമൂഹത്തോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ കാണുന്ന സ്ത്രീകളെയൊക്കെ നിങ്ങൾക്ക് മോഹിക്കണം, അതുകൊണ്ടാണ് നിങ്ങൾ 10 കൽപ്പന എന്ന് പറയുന്നതിനെ വേണമെന്ന് പറയുന്നത്. കാരണം അതിനകത്ത് എക്സ്റ്റേണൽ സിൻ മാത്രമേ ഉള്ളൂ പ്രോബ്ലം. So don't try to manipulate the people. Don't deceive the people. Grace will get the standard of God higher. The standard is Jesus. യേശുവിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് വരണം. യേശു എനിക്ക് തോന്നുന്നു യേശു ക്രിസ്തു ഈ 10 കൽപ്പന നോക്കിയായിരുന്നു അല്ല ജീവിച്ചു. യേശു ക്രിസ്തു ഞാൻ മോഹിക്കത്ത് പോലുമില്ല. യേശു ക്രിസ്തുവിൻ്റെ ജീവനാണ് നിയമം. സോ 10 കൽപ്പന ശടിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, 10 കൽപ്പനയെ കുറിച്ച് എന്താ ബൈബിൾ പറയുന്നത്? 2 Corinthians chapter 3 പറയുന്നു, Ministry of condemnation. It's a ministry of condemnation. It's a ministry of death. It's a ministry of death. നിങ്ങൾക്ക് വിരോധമായി എഴുതപ്പെട്ടെന്നാണ് കൊലോഷ്യൻസ് 2-നകത്ത് പറയുന്നത്. ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതിയതാകെ 10 കൽപ്പന മാത്രമേ ഉള്ളൂ. ബാക്കി 613 കൽപ്പനകൾക്കകത്തുള്ള 603 എണ്ണവും മോശയെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. കൊലോഷ്യൻസ് 2 ദൈവത്തിന്റെ വിരൽ എഴുതി 10 കൽപ്പന. ഈ കൈ കൊണ്ട് എഴുതിയ 10 കൽപ്പനയെക്കുറിച്ച് ദൈവവചനം തന്നെ പറയുന്നു. ആഫ്റ്റർ ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ജീസസ് അവൻ്റെ ആത്മാവിൽ പൗലോസ് അപ്പോസ്തലൻ്റെ കയ്യിലെ പേന കൊണ്ട് എഴുതിപ്പിക്കുകയാണ്, കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണ ശുശ്രൂഷ. Hey, this is a ministry of death. We are not neglecting the 10 commandments. We are neglecting the life under the 10 commandments. 10 കൽപ്പനയെ നെഗ്ലക്ട് ചെയ്യല്ല. ആന്റിനോമിനിസം അല്ലിത്, നിയമം ഇല്ലെന്ന് പറയല്ല. We are not under the law. We are under the law of life. ഞങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണത്തിന്റെ കീഴിലാണ്. Law of life in Christ Jesus. Amen. Law of life. റോമാലേഖനം 8-ാം law of life and law of the spirit. Yes. Law of life and law of the spirit. ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ പ്രമാണം. ഇന്ന് ആക്ച്വലി എന്നെ കേൾക്കുന്ന ദൈവവേദലെ, നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ ലൈഫ് അകത്ത് വന്ന് ആ ലൈഫിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു തോട്ട് പോലും ദൈവത്തിൻ്റെ അതിൽ നിന്ന് നമ്മൾ മാറി പാപത്തിൻ്റെ ഒരു തോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അകത്തു നിന്ന് ഈ ലൈഫിൻ്റെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ലൈഫ് ഫ്ലോയുടെ കട്ട് ഓഫ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ലൈഫിലാണ് ഒരു വ്യക്തി ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ എപ്പം ദൈവത്തിൻ്റെ ലൈഫുമായിട്ട് വേർപെട്ട ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഒരു തോട്ടോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കറിയാം ഈ ലൈഫിനെതിരായിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അപ്പം തന്നെ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും. അല്ലാതെ ബാഹ്യമായ ഒരു പ്രമാണത്തിലല്ല ഇന്ന് പുതിയ നിയമ വിശ്വാസി ജീവിക്കുന്നത്. അകത്ത് കർത്താവിൻ്റെ ലൈഫ്, ആ ലൈഫ് ഫ്ലോയ്ക്ക് എവിടെ കട്ട് ഓഫ് വരുന്നോ അന്നേരം നമുക്കറിയാം I did something wrong. അതായത് ഈ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് നിർത്തുക. ലോ പറയുന്നു ചെയ്യരുത്. ലോ എന്ന് പറയുന്ന ഒരു നിയമമാണ്. അത് നമ്മൾ ഇത് ലംഘിക്കുമ്പോൾ നമ്മൾ താഴെ പോവുക, ഫോളിങ് ഫ്രം ദെയർ. പക്ഷേ ഈ ലോ ഒരിക്കലും നിന്നെ മുകളിലോട്ട് കൊണ്ടുപോകത്തില്ല, നിന്നെ അവിടെ നിർത്തത്തേ ഉള്ളൂ. പക്ഷേ യേശുവിൻ്റെ പ്രമാണം താഴോട്ട് വീഴുന്ന ഫോഴ്സിന് ഓപ്പോസിറ്റ് ഫോഴ്സായിട്ട് എയറോനോട്ടിക് ഫോഴ്സാണ് മുകളിലോട്ട് കൊണ്ടുപോകുന്ന ശരി. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നിന്നെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നു, നിന്നെ വീഴാതെ ആ ഫോഴ്സിന് ഓപ്പോസിറ്റ് നിന്നെ കൊണ്ടുപോകുന്നു. ഗോഡ്സ് അനദർ ലോ. സോ ആന്റിനോമിനിസം, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ആന്റിനോമിനിസം അല്ലെങ്കിൽ നിയമമില്ല എന്ന് പറയുന്ന ഒരു സമൂഹം അല്ല കൃപയുടെ സമൂഹം. നിയമത്തിന്റെ കീഴിലല്ല, വേറൊരു നിയമം വന്നു, യേശു ക്രിസ്തുവിന്റെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ജീവന്റെ പ്രമാണത്തിൽ നമ്മളെ ആക്കിയിട്ടാണ് പ്രമാണം എടുത്ത് മാറ്റിയത്. ജീവന്റെ പ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിനേക്കാൾ ഒരു ബില്യൺ ടൈംസ് ഹയർ ആണെന്ന് വിചാരിച്ചു. വിമാനം ഭൂമി എല്ലാ വസ്തുവിനെയും തങ്കലേക്ക് ആകർഷിക്കുന്നെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഭൂമിയെ എത്രയോ പ്രാവശ്യം കളിപ്പിച്ചുകൊണ്ടാണ് വിമാനം പറന്നു പോകുന്നത്. എന്താ വിമാനത്തെ ഇതുവരെ ഭൂമിക്ക് താഴെ? അതിനകത്തെ ലൈഫ് അല്ലെങ്കിൽ അതിനകത്ത് ഒരു എയറോനോട്ടിക് പവർ ഉണ്ട്. അത് ഉള്ളിടത്തോളം കാലം ഈ ഭൂമിയുടെ ഒരു ഗുരുത്വാകർഷണവും അതിനെ ബാധിക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ ജീവന്റെ പ്രമാണം അകത്തുള്ളിടത്തോളം കാലം പാപത്തിൻ്റെയോ ഒരു പ്രമാണവും നിന്നെ താഴ്ത്തു വലിക്കത്തില്ല. ഈ ഒരു സത്യത്തിലാണ് സഭ പോകേണ്ടത്. അങ്ങനെ പോകുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ ആ ഭാഗം ഞങ്ങൾ വിടുകയാണ്. വിശുദ്ധ ജീവിതം രക്ഷയ്ക്ക് ആധാരമല്ല, രക്ഷയ്ക്ക് ആധാരം വിശുദ്ധ ജീവിതമല്ല, രക്ഷിക്കപ്പെട്ടവനാണ് വിശുദ്ധ ജീവിതം വേണ്ടത്. ഒറ്റ വാക്കിൽ അതങ്ങ് നിർത്തുന്നു. അത് ഞങ്ങളോടുള്ള വിഷയമല്ല. ആവശ്യമില്ലാത്ത നാട്ടിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ഈ ആക്ഷേപം വരുന്നത് കൊണ്ട് മറുപടി പറഞ്ഞെന്നുള്ളൂ. പുനരുത്ഥാനമില്ല എന്നും യേശു ഇനി വരത്തില്ലെന്നും പഠിപ്പിക്കുന്നു. ഇത് ഞങ്ങളാരും പഠിപ്പിക്കത്തില്ല. ഏതായാലും ചന്തപ്പിള്ളാർ പഠിപ്പിക്കുന്നതായിരിക്കും. ഇറ്റ്സ് നോട്ട് അവർ ട്രൂത്ത്. ഇതൊക്കെ വലിയ ശ്രേഷ്ഠന്മാരുടെ ഓരോ ആക്ഷേപങ്ങളാണ്. യേശു നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചതിന് ഞങ്ങൾ മറുപടി നൽകി.
യേശു ജഡത്തിൽ മരിച്ചു, ഇനി ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി നമ്മൾ ഇനി ജഡത്തിൽ ഇനി ഏത് പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെന്ന്. അങ്ങനല്ല, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പം അതിന് ഇവരെടുക്കുന്ന ഒരു വാചകമുണ്ട് കേട്ടോ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാവുന്നു. ക്യാൻ യു ടേക്ക് ഇൻ ദ വേറെ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് വേർഷനിൽ എഴുതിയേക്കുന്നത് നിങ്ങൾ ഇവിടെ പറയുന്നത്, ചിലർ പറയാറ്, ചിലർ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ വേദോസത്തിൻ്റെ സത്യം അറിയാത്തവർ പഠിപ്പിക്കുകയെന്ന് തോന്നുന്നു. റോമാലേഖനം 8-10 വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും എന്നായി മലയാള ബൈബിളിൽ. അപ്പം ഈ ഒരു വാക്യം വെച്ചിട്ട് പറയാറുണ്ട്, എന്തായാലും പാപം നിമിത്തം ശരീരം മരിക്കേണ്ടതാണ്, അപ്പോൾ ഒരു പാപം ചെയ്താലും ശരീരം അങ്ങ് മരിച്ചോളുമല്ലോ എന്ന് പറയുന്ന ഒരു ടീച്ചിങ്സും ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഗ്രേസിൻ്റെ ടീച്ചിങ് അല്ല. അതിന്റെ ഒറിജിനൽ നോക്കിക്കേ, ഇംഗ്ലീഷ് ബൈബിളിൽ എങ്ങനെയാണെന്ന്. Christ is in you, the body is dead because of sin. Yes, that's the truth. That's, I think it's KJV അല്ലേ? KJV പറഞ്ഞു, അല്ല ഒറിജിനൽ വേർഷൻ പറയുന്നത് നമ്മുടെ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും എന്നല്ല. ഒറിജിനൽ എഴുതിയേക്കുന്നത് എന്താണ്? ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിച്ചതെങ്കിലും. മരിക്കേണ്ടതെങ്കിലും എന്നല്ല, അതായത് നാളെ ഇപ്പോൾ മരിക്കാൻ പോകുന്നല്ല. ഓൾറെഡി കർത്താവ് നമ്മുടെ അകത്ത് വന്നപ്പോൾ ശരീരം എന്തിനു മരിച്ചെന്ന്? പാപം നിമിത്തം മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. മരിച്ചതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാണ്. അപ്പം പാപത്തെ സംബന്ധിച്ച് ഞാൻ മരിക്കാൻ വേണ്ടി ഇരിക്കുകയല്ല, കർത്താവ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ പാപത്താൽ എൻ്റെ ശരീരത്തിന് മരണം വന്നു. ഐ എം ഡെഡ് ടു സിൻ, മൈ ബോഡി ഈസ് ഡെഡ് ടു സിൻ ആൻഡ് ഐ എം ലിവിങ് ഇൻ റൈച്ചസ്നെസ്. നീതിയിൽ ജീവനാകുന്നു. അപ്പം യേശു ക്രിസ്തു ജഡത്തിൽ മരിച്ചതുകൊണ്ട് ജഡത്തിൽ ഏത് പാപം ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെ ഒരു ടീച്ചിങ് ഇല്ല. ഇത് ആക്ഷേപമാണ്. വേദപുസ്തകത്തെ അറിയാത്ത അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം കേൾക്കാത്ത ആളുകൾ വൈരാഗ്യബുദ്ധിയോടെ, ശത്രുതാ മനോഭാവത്തോടെ, ദൈവസ്നേഹത്തിൻ്റെ ഒരു തരി പോലും ഇല്ലാതെ ആക്ഷേപം ഉന്നയിക്കുകയാണ്. പ്രിയരെ, ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം ഓപ്പണായിട്ട് പറയാം. ശരീരം പാപം നിമിത്തം മരിച്ചതാണ്, മരിച്ചു കഴിഞ്ഞു. ഇനി ആ ശരീരത്തെ പാപം ചെയ്യിപ്പിക്കാനുള്ള പ്രേരണയ്ക്കായിട്ടോ നാളെ മരിക്കും അതുകൊണ്ട് പാപം ശരീരത്തിൽ വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഉപദേശത്തിലല്ല. കൃപയുടെ വെളിപ്പാടിൽ നിൽക്കുന്ന സമൂഹം ഉറക്കെ വിളിച്ചു പറയുന്നു, ഓൾറെഡി വി ആർ ഡെഡ് ടു സിൻ, വി ആർ ലിവിങ് ഇൻ റൈച്ചസ്നെസ്. Grow in that knowledge. Amen. Dead to sin. Grow in that knowledge. ആമേൻ, സ്തോത്രം. അപ്പം ഇങ്ങനെയാണ് അടുത്ത ഒരാശയം പറയുന്നത്, സ്വഭാവ രൂപീകരണം ഒന്നും വിഷയമല്ല എന്ന് പറയുന്നുണ്ട്. സ്വഭാവ രൂപീകരണം പുതിയ നിയമത്തിൽ വിഷയമല്ല എന്ന് ചോദിച്ചാൽ, സ്വഭാവ രൂപീകരണം അല്ല പുതിയ നിയമത്തിൻ്റെ മാനദണ്ഡം, ലൈഫ് ട്രാൻസ്ഫോർമേഷനാണ്. വെള്ളവടി മാറി, മൂക്കിപ്പൊടി വലിക്കുന്നത് മാറി, മദ്യപാനം മാറി, അല്ലെങ്കിൽ പുകവലി മാറി, പരസംഗ ഒക്കെ മാറി, ഇങ്ങനെ കുറച്ച് പാപങ്ങളൊക്കെ മാറി എന്ന് വെച്ചുകൊണ്ട് അവൻ സ്പിരിച്വൽ അല്ല. ന്യൂ ടെസ്റ്റമെന്റ് ഇസ് നോട്ട് ലൈഫ് മോഡിഫിക്കേഷൻ, അല്ല ബിഹേവിയർ മോഡിഫിക്കേഷൻ. It's aligning with the new life. Life transformation, living with a new identity,